അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ ആ കാടിൻ്റെ ആ മനോഹാരിത ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. ഇതിനി ഒരു 4 മാസക്കാലം ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഈ പുല്ലെല്ലാം ഉണങ്ങിപ്പോയി ശരിക്ക് ഒരു ഗൾഫ് പോലെ ആവും. ഇപ്പോൾ ഇത് ഗൾഫ് എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഇത് ഗൾഫാണ്. അത് സലാലയാണ്. ഇത് മസ്കറ്റിലെ എല്ലാ ഭാഗത്തും ഇതില്ല കേട്ടോ. മസ്കറ്റിൽ ഈ സലാലയിൽ മാത്രമേ ഈ ഒരു അപൂർവ കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളൂ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇപ്പോൾ വാഹനങ്ങളുടെ നല്ല ഒഴുക്കാണ്. ഇപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. പള്ളിയൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാർ ഇന്ന് ഈ ആ വെള്ളം ചാടുന്നത് കാണാനും ഈ കാടിൻ്റെ ഇത് ആസ്വദിക്കാനും ഇവിടെ വരും. ഇവിടെ ഈ കാട്ടിലൊക്കെ ആൾക്കാർ വന്നിരിക്കും, ചായ കുടിക്കും, കോഴി ചൂടും, പലതും ചെയ്തു പോകും. ഇവിടെ ഇതൊരു വൈബായിട്ടുള്ള സംഭവമാണിത്. ഗൾഫിൽ ഒരിടത്തും ഇങ്ങനൊരു വൈബ് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് പറ്റിയത്. എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. കാടിൻ്റെ ഉള്ളിലൂടെ ഉള്ള റോട്ടിൽ കൂടെ പോകുന്ന പോലെ തന്നെ തോന്നുന്നില്ല നമുക്കിത്. ഇത് വെച്ച് പിടിപ്പിച്ചതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തീർത്തും സുന്ദരമായ ഒരിടം. ശരിക്കും പറഞ്ഞാൽ ഒരു സത്യമംഗലം കാട്ടിലൂടെ പോകുന്ന ഒരു പ്രതീതി. വെട്ടക്കാരനേ ഉള്ളൂ. അതാ ശ്രദ്ധിക്കാണ്. കാടിലെ അഹങ്കാര തൊട്ട് ചെറുനിർത്തിയിലെ പഴയ ഗുണ്ട. ഇതിപ്പോൾ നമ്മൾ മൂന്നാറിലൊക്കെ പോയ ഒരു അനുഭൂതി കാണുന്നില്ലേ? മൂന്നാറിൽ തേയിലച്ചെടികളുണ്ട്, ഇവിടെ അതില്ല. അത്ര മാത്രമേ വ്യത്യാസമാണ്. അടിപൊളി മഞ്ഞും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ശരിക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കിയ ഒരു സ്ഥലമാണ്. നല്ലവണ്ണം കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ അനുഗ്രഹം ഗൾഫിൽ ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. GCCയിൽ ഒരു കൺട്രിയിലും ഇതുപോലെ ഒന്നും കാണാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടുമില്ല. ഇത് നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റിയെന്ന് മാത്രം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. നമ്മളെ പഴയ ഒരു മരുഭൂമി മാത്രമായിട്ട് നമ്മൾ ചിത്രീകരിച്ചാണ്. ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കാര്യം. ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അതാണ്. നയന മനോഹരമായ കാഴ്ചകൾ. വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ, വാഹനങ്ങളുടെ പ്രവാഹം തന്നെ എന്ന് പറയാം. അത്രേ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പോകുന്നവരുണ്ട് അതുപോലെ വരുന്നവരുണ്ട്. ഇതൊന്നും കൂടാതെയാണ് ഇനിയിപ്പോൾ ആ കയറി പോണത്. വേറെ വഴി കൂടെ നമ്മൾ പോകാൻ നിൽക്കുകയാണ്.
നമ്മൾ പോണത് ഐനക്കോർ അല്ല അയിൻ തബറം. ഐൻ തബറക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഐൻ തബറക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ ഇതിനോട് കൂടെ കൊള്ളില്ല. എന്നിട്ട് ഞാനൊക്കെ കയറി നിന്നോക്കും. ഐൻ തബറക് എന്ന സ്ഥലത്തേക്കുള്ള വഴി. പുറത്തുനിന്ന് കൈയിട്ടിട്ട് ഇങ്ങോട്ട് പിന്നെ കാണാനാ എന്റെ മുഖം കാണണോ? അത് ശരി. വിളയാട്ടം. വിളയാട്ടമെന്നും പറയാം, വികൃതികളെന്നും പറയാം. അതെ, വികൃതി എന്നും പറയാം. ആസ്വാദനം. ഹലാലിന്റെ സ്വന്തം മണ്ണിൽ അഹങ്കാരത്തിന്റെ ദിവസങ്ങൾ. അധികായാലേ അമൃതപുഷം. വീണ്ടും കാട്ടിലൂടെ തന്നെയാണ് നമ്മൾ യാത്ര കേട്ടോ. മറ്റൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികളുടെ വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് വേണ്ടി, അതെ, കുട്ടികൾക്ക് കളിക്കാനും പിടിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. ഇതാണ് അയിൻ തബറം. ഐൻ തബറക് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ വേണം കുട്ടികളൊക്കെ വന്ന് കളിക്കാറ്. സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ പാർക്ക് പോലെയുള്ള മലവെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ കുട്ടികളിങ്ങനെ നടക്കും. കുട്ടികളുടെ പാർക്ക് എന്നാണ് ഇവിടെ പറയുന്നത് തന്നെ. ഇതിൽ കൂടെ ഇങ്ങനെ അതിങ്ങനെ അതുവരെ ഇങ്ങനെ പോകുന്നുണ്ട്. മൊത്തത്തിൽ ഒരുപാട് ഏരിയ കാട് പോലെ കിടക്കുകയാണ്. മഴ പെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വെള്ളച്ചാട്ടവും ഈ തകൃതി കളികളൊക്കെ. അതില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല, ഒരു ആളും മനുഷ്യനൊന്നും ഉണ്ടാവില്ല. ഈ 3 മാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേക സീസണാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഇപ്പം എല്ലായിടത്തും ഇവിടെ ജനങ്ങളാണ്. പിന്നെ ഇവിടെ പച്ചപ്പ് മൊത്തം വരുന്നത് ഒരൊറ്റ ചെടിയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കാണുന്ന ഈ ഇതുണ്ടല്ലോ, ഇത് നിങ്ങൾക്കൊക്കെ ഏറ്റവും സുപരിചിതമായ ഒരു ചെടിയാണിത്. കണ്ടില്ലേ? ഇത് കാശിത്തുമ്പ എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ ഈ പുല്ലുപോലെ വളർന്നു നിൽക്കുന്നത്. മൊത്തത്തിൽ ഇവിടെ വളർന്ന് കംപ്ലീറ്റ് ഇവിടെ ഈ മലമുകളിൽ മൊത്തം കാണുന്നത് മൊത്തം ഈ കാശിത്തുമ്പയാണ്. ഇനി ഇത് പൂക്കും. പൂത്ത് ഇതാ ഈ പൂവുണ്ടല്ലോ, ഈ പൂവ് ഇതേപോലെ ഈ മലമുകളിൽ മൊത്തം ഇതിൻ്റെ ഈ കളർ മാത്രമായിട്ട് കാണും. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ പൂവൊക്കെ വന്ന് തുടങ്ങി. ഇനി ഈ പൂവ് ഇങ്ങനെ മൊത്തം പൂവിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു വാടാമല്ലി കളർ ഇങ്ങനെ കാണാം മൊത്തത്തിൽ. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് കേട്ടോ. ഇതെല്ലാം കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളാണ്. ഇല്ല, അവിടുന്ന് വന്ന് ആ വെള്ളം തിരിച്ച് വിട്ടിരിക്കുകയാണ്. നേരെ പോകുന്നതിന് പകരം തിരിച്ച് വിട്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് വിട്ടിരിക്കുകയാണ്. അല്ല അവിടുന്ന് അത് ഇവിടെ ഉണ്ടാക്കി തീർത്ത ഒരു ചെറിയ മിനുക്ക് പണികളാണ് കേട്ടത്. രസമായിട്ടുണ്ട് പരിപാടി. ഇടയ്ക്ക് കുട്ടികൾക്ക് മാത്രം കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. അത് മൊത്തത്തിൽ കാണാം നമുക്ക് ഇവിടെ. മൊത്തത്തിലിവിടെ നമുക്ക് കാണാൻ കഴിയില്ല. ആ വെള്ളമൊക്കെ അങ്ങനെ കെട്ടി നിൽക്കുന്നതും വെള്ളം ഒലിക്കുന്നതും ഒക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ.
ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വെള്ളമൊക്കെ നല്ല ഫോഴ്സ് ഉള്ള വെള്ളമാണ്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നീന്തി വരും. അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല ഇതാ വെള്ളം അതുപോലെ അങ്ങോട്ട് പോവാണ്. പിന്നെ ആ വെള്ളം പോകുന്നത് ഇവിടെ ഒരു തടാകം പോലെ ഒരു ചെറിയ തോട് പോലെ ഉണ്ട്. അതിലൂടെ ഇങ്ങനെ പോവുകയാണ് ആ വെള്ളങ്ങൾ. ഉള്ളിലേക്കങ്ങ് കാട് പോലെ കിടക്കുക. നമുക്ക് സത്യത്തിൽ ഇതൊന്നും പറയുമ്പോൾ വലിയൊരു പ്രസക്തിയൊന്നും കാണില്ല. മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗവും ഇതുപോലെയാണ്. ഇത് മാത്രമല്ല, ഇതിന് രസമായിട്ടുള്ള കാര്യങ്ങൾ കാണും. വീടൊക്കെ അങ്ങനെ വെള്ളം മുങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അതൊന്നും കാണില്ല. കണ്ടമാനം വിസിറ്റേഴ്സ് വരുന്ന സമയമാണ് ഇനി. കൂടുതൽ ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിൽ പെണ്ണുങ്ങളുടെ ഫോട്ടോ പതിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തിനാണ് ഞങ്ങളെടുക്കുന്നൊക്കെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് നമുക്കിനി കൂടുതലൊന്നും ഇല്ല. നമുക്ക് നിർത്താറായി എന്ന് തോന്നുന്നു. കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അതുകൂടി നമുക്ക് എടുത്തിട്ട് നിർത്താം. തിരക്ക് കൂടി വന്നു. നിർത്തുണ്ടോ അവിടെ? ഇവിടെ ഇതല്ലേ കുറച്ചേർന്ന് കാണാം. മുന്നോട്ട് പോകും. ഇത് ഐനക് ഫോറിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ കാണുന്ന ഒരു മലവെള്ളച്ചാട്ടം ചെറുതാണ് എങ്കിലും കൗതുകം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ സുന്ദരമായ കാഴ്ചകൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്ക് വിട തൽക്കാലം. ഓക്കെ, ബായ്.